ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് മലയാളത്തിന്റെ ക്ലാസ് ആണ്. അപ്പൊ ഈ ഒരു ക്ലാസ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെ കൊണ്ടുപോകാനാണ് വിചാരിച്ചത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉച്ച സമയത്ത് 12 o'clock നമ്മൾ PYQ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അത് 2021 LDCയുടെ PYQ ആണ് അവിടെ ഡിസ്കസ് ചെയ്തത്. ആ 2021 LDCയുടെ PYQ മലയാളമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ആ 12 o'clock ഇടാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ LGSനും LDCക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ആ സെഷൻസ് കൊണ്ടുപോകുന്നത്. അതിൽ LGSകാർക്ക് എന്തില്ല? മലയാളം സിലബസിനകത്തില്ല. അതായത് മലയാളം അവർക്ക് പഠിക്കാനില്ല. ആർക്ക് മാത്രമേ ഉള്ളൂ? LDCക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അവർക്ക് മാത്രം, അല്ലെങ്കിൽ LGSകാരെ വെറുതെ മുഷിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ ഒരു സെഷൻ വൈകുന്നേരത്തേക്ക് മാറ്റിയത്. അപ്പൊ നിങ്ങളിത് നോക്കണം, പഠിക്കണം. കാരണം ചിലപ്പോൾ റിപ്പീറ്റ് അടിച്ച് കിട്ടും. പിന്നെ ക്വസ്റ്റ്യന്റെ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ശ്രദ്ധിക്കണേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാനിത് OBSൽ എടുക്കാത്തതെന്ന് വെച്ചാൽ ചുമ്മാ ടിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മലയാളവും ഇംഗ്ലീഷും മാത്സും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് നിങ്ങൾക്ക് എങ്ങനെ വന്നു എന്ന് നിങ്ങളിലേക്ക് എത്തിക്കണമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈ മെത്തേഡ് തിരഞ്ഞെടുക്കുന്നത്. 2021 LDCയിലെ മലയാളം ക്വസ്റ്റ്യൻ ആണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പൂരണി തദ്ധിതത്തിന് ഉദാഹരണം. പൂരണി തദ്ധിതം. തദ്ധിതം നമുക്ക് സിലബസിൽ പഠിക്കാനില്ല, പക്ഷെ എന്നിട്ടും തദ്ധിതം തന്നു. എന്താ തദ്ധിതം? തദ്ധിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, നാമങ്ങളിൽ നിന്നോ ഭേദകങ്ങളിൽ നിന്നോ ഉരുത്തിരിഞ്ഞുണ്ടാകുന്ന നാമശബ്ദങ്ങളെ എന്ത് വിളിക്കാം? തദ്ധിതം എന്ന് പറയാം. നാമം നൗണിൽ നിന്നോ ഭേദകം അല്ലെങ്കിൽ എന്താ പറയണേ വിശേഷണം അഡ്ജക്റ്റീവ് നൗണിൽ നിന്നോ അഡ്ജക്റ്റീവിൽ നിന്നോ നാമങ്ങളിൽ നിന്നോ ഭേദകങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന നാമശബ്ദത്തെ എന്ത് വിളിക്കാം? തദ്ധിതം എന്ന് പറയാൻ പറ്റും. നമുക്കറിയാം തന്മാത്ര തദ്ധിതമുണ്ട്, നാമനിർമ്മായി തദ്ധിതമുണ്ട്, പൂരണി തദ്ധിതമുണ്ട്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. താഴെ തന്നിരിക്കുന്നതിൽ പൂരണി തദ്ധിതത്തിന് ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പൂരണി തദ്ധിതം എന്താണെന്നറിയണം. പൂരണി തദ്ധിതം ശ്രദ്ധിച്ച് കേൾക്കുക. സംഖ്യാവാചികളായ ശബ്ദങ്ങളോട് ആ പ്രത്യയം ചേർത്താൽ കിട്ടുന്നതാണ് പൂരണി തദ്ധിതം. ഒന്നാം, രണ്ടാം, മൂന്നാം, നാലാം, അഞ്ചാം എന്നൊക്കെ പറയത്തില്ലേ, അതാണ് പൂരണി തദ്ധിതം. സംഖ്യാവാചികളായ ശബ്ദങ്ങളോട് ആ പ്രത്യയം ചേർക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? പൂരണി തദ്ധിതം. തദ്ധിതം എന്ന് പറഞ്ഞാൽ നാമങ്ങളിൽ നിന്നോ ഭേദകങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന നാമശബ്ദമാണ്. നമ്മൾ പറയില്ലേ ബുദ്ധിമാൻ എന്നൊക്കെ പറയില്ലേ, മൃദുത്വം, ഇതൊക്കെ എന്താണ്? തദ്ധിതമാണ്. അതിൽ പൂരണി തദ്ധിതം എന്ന് പറഞ്ഞാൽ സംഖ്യാവാചികളായ ശബ്ദങ്ങളോടൊപ്പം ആ പ്രത്യയം ചേർക്കുമ്പോൾ കിട്ടുന്നതാണ് പൂരണി തദ്ധിതം. ഇനിയിപ്പോ ഓപ്ഷൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അല്ലെ, ആൻസർ ചെയ്തേ. കള്ളത്തരം, ഒന്നാമൻ, മിടുക്കി, നല്ലവൻ. ഏതാ വരുന്നേ? ഒന്നാമൻ, ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ, നാലാമൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? പൂരണി തദ്ധിതമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താമര അധികം കുളം. സന്ധി ഏതാന്നാ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ഇത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് സന്ധി ആയിരിക്കും? താമര അധികം കുളം കൂട്ടി എഴുതി കഴിഞ്ഞാൽ, ചേർത്ത് എഴുതി കഴിഞ്ഞാൽ അവിടെ ഏത് സന്ധി വരും എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കിയേ, താമര അധികം കുളം. താമര അധികം കുളം നമ്മൾ എങ്ങനെയാ കൂട്ടി എഴുതുന്നത്? താമര അധികം കുളം, താമരക്കുളം. ഇവിടെ എന്ത് ചെയ്തു? ഇരട്ടിക്കുമാണ് ചെയ്തത്. ഇരട്ടിക്കുന്നത് ഏതാ സന്ധി? ദിത്വസന്ധി അല്ലെ. ഇരട്ടിക്കുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? ദിത്വസന്ധി. താമര അധികം കുളം താമരക്കുളമാകും. അപ്പൊ സന്ധി ഏത് വരും? ദിത്വസന്ധി. ക്ലിയർ ആവുന്നുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ശരിയായ ഭാഷാ പ്രയോഗം തിരഞ്ഞെടുക്കുക. പ്രളയബാധിതരായിട്ട് ഏകദേശം 50ഓളം പേർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഏകദേശം 50ഓളം പ്രളയബാധിതർ ക്യാമ്പുകളിലായി കഴിയുന്നുണ്ട്. ക്യാമ്പുകളിലെ പ്രളയബാധിതരായി ഏകദേശം 50ഓളം പേർ കഴിയുന്നുണ്ട്. ക്യാമ്പുകളിൽ 50ഓളം പ്രളയബാധിതർ കഴിയുന്നുണ്ട്. അപ്പൊ ഇവിടെ ആദ്യത്തെ നോക്കിയേ, പ്രളയബാധിതരായിട്ട് ഏകദേശം 50ഓളം പേർ. 50ഓളം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് ഒരു കണക്കാണ്, ഏകദേശ കണക്കാണ്. അപ്പൊ അവിടെ ഏകദേശവും 50ഓളവും ഒരുമിച്ച് വേണ്ട. രണ്ടാമത്തെ കേസിലും അത് ഏകദേശം 50ഓളം, അത് വേണ്ട. മൂന്നാമത് എടുക്കുമ്പോഴും അത് ഏകദേശം 50ഓളം, അത് വേണ്ട. അപ്പൊ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ഡി ആണ് വരുന്നത് അല്ലെ. ക്യാമ്പുകളിൽ 50ഓളം പ്രളയബാധിതർ കഴിയുന്നുണ്ട്. ക്യാമ്പുകളിൽ 50ഓളം പ്രളയബാധിതർ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഉത്തരം. അടുത്ത നോക്കിയേ, ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ ആശയം. വളരെ സംഗ്രഹിക്കുക, ശ്ലോകം പാടുക, ശ്ലോകം തീർക്കുക, വളരെ വിപുലമായി കാര്യങ്ങൾ ചെയ്യുക. ശ്ലോകത്തിൽ കഴിക്കുക PSC പലതവണ ചോദിച്ചിട്ടുള്ളതാണ്, നിങ്ങൾക്കറിയാം. വളരെ സംഗ്രഹിക്കുക എന്നുള്ളതാണ് എന്താ? ശ്ലോകത്തിൽ കഴിക്കുക, വളരെ സംഗ്രഹിക്കുക.
അടുത്ത നോക്കിയേ, പര്യായപദമാണ്. സൂര്യന്റെ പര്യായപദം അല്ലാത്തത് ഏതെന്നുള്ളതാണ് ചോദ്യം. സൂര്യന്റെ പര്യായം അല്ലാത്തത്. ആദിത്യൻ സൂര്യനാണെന്ന് അറിയാം. അരുടൻ സൂര്യനാണ്. സോമൻ എന്താണ്? ചന്ദ്രനാണ് അല്ലെ? സോമൻ ചന്ദ്രനാണ്. അപ്പൊ ഉത്തരം സോമൻ. ആര്യമാവ് സൂര്യൻ. ഇപ്പൊ സൂര്യന്റെ പര്യായപദം അല്ലാത്തത് സോമൻ. അടുത്തത്, വെള്ളായിയപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? കടലരികത്ത്, കടൽ തീരത്ത്, കടൽക്കാറ്റത്ത്, കടൽക്കാക്കകൾ. മക്കളെ, ഇത് 10ാം ക്ലാസ് SCRT ആണ്. 10ാം ക്ലാസ്സിലെ SCRT മലയാളം പുസ്തകത്തിൽ ഉള്ള OV വിജയന്റെ ചെറുകഥയാണ് കടൽ തീരത്ത്. കേട്ടോ, OV വിജയന്റെ ചെറുകഥയാണ് കടൽ തീരത്ത്. ഈ കടൽ തീരത്തിലെ ഒരു കഥാപാത്രമാണ് വെള്ളായിയപ്പൻ. വളരെ മനസ്സിനെ തട്ടുന്ന ഒരു കഥയാണ്. നല്ലതാണ്, വായിച്ചു നോക്കുക പറ്റുമെങ്കിൽ. അപ്പൊ കടൽ തീരത്ത് വെള്ളായിയപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? കടൽ തീരത്ത്. OV വിജയന്റേതാണ്. ഇത് SCRT ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, നന്ദനാർ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? PV നാരായണൻ നായർ, P ദാമോദരൻ, PC കുട്ടിക്കൃഷ്ണൻ, PC ഗോപാലൻ. ആരാണ്? PC ഗോപാലനാണ് നന്ദനാര് അല്ലെ? PC ഗോപാലൻ നന്ദനാർ, PC കുട്ടിക്കൃഷ്ണൻ ഉറൂബ്. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കൃതി? ഉമ്മാച്ചു, ഖസാക്കിന്റെ ഇതിഹാസം, ഓടക്കുഴൽ, അഗ്നിസാക്ഷി. നമുക്കറിയാം ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാ? G ശങ്കരക്കുറുപ്പിനാണ് അല്ലെ? മലയാളത്തിന്റെ പ്രശസ്ത കവി G ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കൃതി ഓടക്കുഴൽ. അടുത്തത്, മുതലക്കണ്ണീർ എന്ന ശൈലിയുടെ ഏറ്റവും അനുയോജ്യമായ ഇംഗ്ലീഷ് വിവർത്തനം? ക്രൊക്കഡൈൽ ടിയേഴ്സ്, ക്രൊക്കഡൈൽ ടെയിൽസ്, ക്രൊക്കഡൈൽ ടെയിൽസ്, ക്രൊക്കഡൈൽ ടീത്ത്. കണ്ണുനീര് ടിയേഴ്സ് ആണ്. അപ്പൊ മുതലക്കണ്ണുനീര് ഏതാണ്? ക്രൊക്കഡൈൽ ടിയേഴ്സ്. ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെ നോക്കിയേ. 100ാമത്തത്, അക്കിലസിന്റെ ഉപ്പൂറ്റി എന്ന ശൈലിയുടെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം? അക്കിലസ് നീസ്, അക്കിലസ് ഫുട്പ്രിന്റ്, അക്കിലസ് ടോസ് ആൻഡ് അക്കിലസ് ഹീൽ. ഉപ്പൂറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്, ഹീലാണ് അല്ലെ? അക്കിലസിന്റെ ഉപ്പൂറ്റി എന്ന ശൈലിയുടെ അർത്ഥം അക്കിലസ് ഹീൽ. 2021 LDC മലയാളത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത. അപ്പൊ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും എത്ര സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. അതിനിടയിൽ ഞാൻ പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് SCRTയിൽ നിന്നാണ്. അത് 10ാം ക്ലാസ്സിലെ SCRT ടെക്സ്റ്റിൽ നിന്നുള്ളതാണ്. അപ്പം അതേപോലെ നമ്മളുടെ SCRT വേണമെങ്കിൽ PSCക്ക് ചോദിക്കാനായിട്ട് സാധിക്കും. പിന്നെ വളരെ സിമ്പിൾ ആയിട്ടാണ് മലയാളം. 10 മാർക്ക് ആർക്കും നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലേ ഉള്ളൂ. പിന്നെ ഏതെങ്കിലും കൃതികളൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ പരിചയമില്ലെങ്കിൽ മാർക്ക് പോയെങ്കിലേ ഉള്ളൂ. എന്നാലും 9 മാർക്ക് വളരെ വൃത്തിയായിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ മലയാളം. ഇന്നീ കണ്ട ഈ ക്വസ്റ്റ്യൻ പേപ്പർ അത്ര സിമ്പിൾ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിൾ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇനിയും ആരും പഠിച്ചിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ തദ്ധിതം, ഗതി ഇതുപോലെയൊന്നും നമുക്ക് PSC സിലബസിൽ തന്നിട്ടില്ല എങ്കിൽ പോലും നമ്മുടെ മാതൃഭാഷ മലയാളം അല്ലേ? നമ്മൾ പണ്ട് സ്കൂളുകളിലൊക്കെ ഗ്രാമർ സെഷനൊക്കെ, എനിക്കറിയില്ല പിന്നീട് വന്ന് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഗ്രാമർ ഉണ്ടായിരുന്നു. മലയാളം സെക്കൻഡിൻ്റെയൊക്കെ കൂടെ ഗ്രാമറും കൂടി വരുമായിരുന്നു. അന്ന് ഞങ്ങളൊക്കെ ഇത് പഠിച്ചു പോയിട്ടുള്ളത് കൊണ്ട് ഇപ്പോഴും അതൊക്കെ നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പിന്നീട് വന്ന തലമുറ എനിക്കറിയില്ല പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത്. DPEP അതിനുശേഷം SSA ഒക്കെ വന്നതിന് ശേഷം പഠിപ്പിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അതിന് മുമ്പുള്ള ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലുള്ളവരൊക്കെ ഇതൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് അവർക്കൊക്കെ അത്യാവശ്യം ബോധം ഉണ്ടായിരിക്കും ഇതേക്കുറിച്ചിട്ട്. അപ്പോൾ ഇനി അങ്ങനെ ഇല്ലാത്തവരുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് സിലബസിൽ നിന്ന് വന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ച് പഠിക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, മലയാളമല്ലേ എന്ന് വിചാരിച്ച് തട്ടിക്കളയരുത്. 10 മാർക്കാണ് മലയാളം. ഇംഗ്ലീഷിന്റെ കേസ് ആണെങ്കിലും നമുക്കറിയാം അതും ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒരു കറക്റ്റ് പാറ്റേൺ സിലബസ് വന്നിട്ടുണ്ട്, ആ സിലബസിൽ നിന്നേ ചോദിക്കുള്ളൂ. മാത്സ് ആണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നും മാറ്റിവെക്കാനായിട്ടില്ല. ഏത് ടോപ്പിക് എടുത്താലും മാറ്റിവെക്കാനൊന്നുമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് രാവിലെ തരുന്ന 150 ടോപ്പിക്സും ഉച്ചത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ ഇതുപോലെ വൈകുന്നേരങ്ങളിൽ ക്ലാസ്സും ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു ക്യാപ്സൂൾ പോലെ 3 നേരവും അതങ്ങ് എടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ വരുന്ന LDC LGS ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിനെ ഫോളോ ചെയ്തുന്ന പിള്ളേർക്ക് റാങ്ക് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ അതുപോലെ കഷ്ടപ്പെടണം. തരുന്ന ക്ലാസ് കറക്റ്റായിട്ട് കാണുകയും നോട്ട് എഴുതുകയും അത് റിവൈസ് ചെയ്യുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്